ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചിന്നൂസ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് ലെസൺ 6 കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറഞ്ഞ പാഠമായിരുന്നു. അതിൻ്റെ പാർട്ട് 1 നമ്മൾ കുറേ സീ വോയേജസിനെ കുറിച്ചും സീയിലൂടെ യാത്ര നടത്തിയവരെ കുറിച്ചും അങ്ങനെ പുതിയ ലാൻഡ് റൂട്ട്സ് കണ്ടുപിടിച്ച ആൾക്കാരെ കുറിച്ചും ലൈക്ക് കോളംബസ്, മെഗല്ലൻ എക്സെട്ര അവരെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചത് what is continents and what is oceans, which are the 7 continents, and the first continent we have learned about the first continent named Asia. Asia's features നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഇതിന്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റ് കോണ്ടിനെന്റിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പാർട്ട് 2 തുടങ്ങാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഏഷ്യ എന്ന് പറഞ്ഞ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്, ഫസ്റ്റ് 1 ആണ് നമ്മൾ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ് ആണ്. നമുക്കിവിടെ ഒരു പിക്ചറിൽ കാണാം ആഫ്രിക്കേനെ ഗ്ലോബിൽ കൊടുത്തിരിക്കുന്നത്. ആഫ്രിക്ക എത്രത്തോളാണുള്ളത്. സോ ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്. ഏഷ്യ ആണ് ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ വരുന്നതാണ് ആഫ്രിക്ക. ആഫ്രിക്ക രണ്ടാമത്തെയാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇറ്റ്സ് ലൊക്കേഷൻ ഈസ് ബിറ്റ്വീൻ ദ 2 oceans, that is, one is Indian Ocean and other one is Atlantic Ocean. So it is located between the Indian Ocean and the Atlantic Ocean. It stands second in population. അതായത് ആഫ്രിക്കയിലെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ വൈസ് നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ഏഷ്യ ആണ്. ഏഷ്യയിലാണ്. ഏഷ്യ ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ് ഈസ് ആഫ്രിക്ക. ജനസംഖ്യയിൽ രണ്ടാമത്തെയാണ്. ഓക്കെ, കോണ്ടിനെന്റ് വൈസ് most of the regions are deserts, so hence agriculture is bad. That means ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആഫ്രിക്കയിലെ ഭാഗവും ഡെസേർട്ടാണ്, മരുഭൂമി പോലെയാണ്, മണലൊക്കെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഈസ് വെരി ലെസ്, വെരി ലോദർ. അവിടെ വളരെ കുറവാണ്, അഗ്രികൾച്ചർ വളരെ കുറവാണ്. അഥവാ അവിടെ ഉണ്ടെങ്കിലും അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെടികളാണ്. അതുപോലെ തന്നെ വെള്ളം, water availability also very less. And the Sahara, the world's largest desert, is located here. എന്ന് പറഞ്ഞു most regions are by desert. അത് പറഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഡെസേർട്ട്, the world's largest desert is Sahara and it is located in Africa. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ എന്ന് പറയുന്ന മരുഭൂമി ഉള്ളത് ആഫ്രിക്കയിലാണ്. And Nile, the world's longest river, flows through this continent. Nile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വേൾഡ്സ് ലോങ്സ്റ്റ് റിവർ, അതായത് ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു റിവറാണ്. അത് ഈ കോണ്ടിനെന്റ്, അതായത് ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ കൂടിയാണ് ഒഴുകി പോകുന്നത്. നൈൽ, the world's longest river. Dense forest with the world's richest animal diversity exists in this continent. അതായത് dense, ഘോരവനം, തിങ്ങിക്കൂടിയ കാടുകൾ, അതായത് തിങ്ങിക്കൂടിയ മരങ്ങളൊക്കെ നിറഞ്ഞ് കാട് പോലെ ആയിരിക്കുകയാണ്. അവിടെ ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മൾ കാണാത്തതും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതുമായുള്ള ധാരാളം മൃഗങ്ങള് ഉള്ള സ്ഥലമാണ് ആഫ്രിക്കയിലെ ഘോരവനങ്ങൾ, തിക് ഫോറസ്റ്റ്, or we can say dense forest. So ആഫ്രിക്കയുടെ പോയിന്റ്സ് 1, Africa is the second largest continent. It is located between the Indian Ocean and the Atlantic Ocean. It stands second in population and most of the regions are desert and agriculture is very low there. Sahara is the world's largest desert which is located in Africa, and Nile, the world's longest river, flows through this continent, and dense forest with world's richest animal diversity is also in this continent. ഇതാണ് ആഫ്രിക്കയിലെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ പറഞ്ഞു ആഫ്രിക്കയിലുള്ള നൈലിനെ കുറിച്ച് പറഞ്ഞു. നൈലിനെ കുറിച്ചുള്ള ചെറിയൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈല് നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക ഭാഗത്താണ് വരുന്നത്. ലൊക്കേറ്റഡ് ഓർ ഫ്ലോയിങ് ത്രൂ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക, which is the longest river in the world.
its length is 6,850 kilometer, and it is also known as international river because it flows through 11 countries, and the Nile is described as the lifeblood of some nations, that is Egypt and Sudan. അതായത് നൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കയുടെ ഭാഗത്തോടു കൂടിയാണ് ഇത് ഒഴുകി പോകുന്നത്. പിന്നെ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, അതിന്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നീളം നമ്മൾ പറഞ്ഞു. അതിന്റെ നീളം എന്ന് പറഞ്ഞാല് 6,850 കിലോമീറ്റർ ആണ്. പിന്നെ അതിന് നമ്മൾ ഇന്റർനാഷണൽ റിവർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ നൈല് ഒഴുകി പോകുന്നത് 11 രാജ്യങ്ങളിലൂടെയാണ്. ഇത് 11 രാജ്യങ്ങൾ, അതിൽ ആ 11 രാജ്യങ്ങളിലൂടെയാണ് നൈല് ഒഴുകി പോകുന്നത്. പിന്നെ ഇതിന് വേറെ രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട് ബ്ലഡ് ലൈഫ് ഓഫ്, ദാറ്റ് ഈസ് ലൈഫ് ബ്ലഡ് ഓഫ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നൈലിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഏതൊക്കെ രാജ്യങ്ങൾ, അതായത് ലൈഫ് ബ്ലഡ് ഓഫ് നേഷൻസ്, ചില നേഷൻസിന്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ആ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈജിപ്തും സുഡാനാണ്. ഓക്കെ, അതാണ് നൈലിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. നമുക്കൊരു മാപ്പ് നമുക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് നോർത്ത് അമേരിക്ക. നമുക്കിവിടെ നോർത്ത് അമേരിക്കയുടെ പടം കാണാം. It is located between the Pacific Ocean and the Atlantic Ocean. Its location is between the Pacific Ocean and the Atlantic Ocean. രണ്ട് ഓഷ്യന്റെ നടുക്കിലുള്ള ഭാഗമാണ് ഏത് ഈ പ്ലേസ് നോർത്ത് അമേരിക്ക. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ ഓഷ്യൻസുകളുടെ നടുക്കിലുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും നടുക്കിലാണ് നോർത്ത് അമേരിക്ക. ഇറ്റ് സ്റ്റാൻഡ്സ് തേർഡ് ഇൻ സൈസ്. സെക്കൻഡ് ആഫ്രിക്ക ആണ്, തേർഡ് വരുന്നത് നോർത്ത് അമേരിക്ക. Mount McKinley in the Alaska Mountain Range is the highest peak. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, എന്താ പറയാ, നമ്മുടെ ഏഷ്യയിലത്തെ ഹയസ്റ്റ് പീക്ക് നമ്മൾ പറഞ്ഞു. അത് ഏഷ്യയിലത്തെ മാത്രമല്ല, ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലുതാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നോർത്ത് അമേരിക്ക ഉണ്ട് ഒരു ഹയസ്റ്റ് പീക്ക്, അലാസ്ക മൗണ്ടൻ റേഞ്ചിലുള്ള ഒരു ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് മിക്കൻലി. നമ്മൾ ആ പേരൊന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. And the 5 great lakes which together hold 21% of the world's available fresh water are located here. അതായത് ഈ നോർത്ത് അമേരിക്കയിലെ 5 ഗ്രേറ്റ് ലേക്സ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട 5 ലേക്സ്. അതായത് ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ, അതായത് ലോകത്തിലത്തെ ഫ്രഷ് വാട്ടറിനെ നിരക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 21% ഉള്ളത് എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ് ഉള്ളത്. 5 ഗ്രേറ്റ് ലേക്സ് ആണ് എവിടെയുള്ളത്? നോർത്ത് അമേരിക്കയിലുള്ളത്. ദ ഇൻയൂട്ട്സ്, അതായത് എക്സ്കിമോസ് എന്നും പറയാം, ലിവിംഗ് ഇൻ സ്നോ കവർഡ് റീജിയൻസ് ആർ ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് കോണ്ടിനെന്റ്. ഈ കോണ്ടിനെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സിമോസ്, അതായത് ഇഗ്ലൂലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇഗ്ലൂ, അതിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇൻയൂട്ട്സ്. എക്സ്കിമോസ് നമ്മളിപ്പോൾ അധികം പറയില്ല, ഇൻയൂട്ട്സ് എന്നാണ് പറയുക. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ദ ക്ലൈമറ്റ് ആൻഡ് സോയിൽ ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് നോർത്ത് അമേരിക്കയിൽ കൃഷിയുണ്ട്, അതായത് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണാണ് നോർത്ത് അമേരിക്കയിൽ ഉള്ളതുകൊണ്ട് കൃഷി അവിടെ ധാരാളമായിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്. അതായത് ഗോതമ്പ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കോണ്ടിനെന്റ് ആണ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. പാഡിയുടെ പ്രൊഡ്യൂസർ ആരാണ്? ഏഷ്യയാണ് പാഡിയുടെ പ്രൊഡ്യൂസർ. വീറ്റിന്റെ പ്രൊഡ്യൂസർ, വേൾഡ്സ് ലാർജസ്റ്റ് വീറ്റ് പ്രൊഡ്യൂസർ ആണ് നോർത്ത് അമേരിക്ക. അപ്പൊ ഇതൊക്കെയാണ് നോർത്ത് അമേരിക്കനെ കുറിച്ചുള്ള പോയിന്റുകൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് മനസ്സിലായി. ഇപ്പൊ നമുക്ക് നോർത്ത് അമേരിക്കയിലെ വീറ്റ് ഫീൽഡ്സ് ഉണ്ട്, ധാരാളം വീറ്റ് ഫീൽഡ് നമുക്ക് ഈ പടത്തിൽ കാണാനായിട്ട് സാധിക്കും. ധാരാളം വീറ്റ് ഫീൽഡ് നമുക്കറിയാം, അവിടെയാണ് കുറെ മെയിൻ സ്ഥലങ്ങളുള്ളത്, ന്യൂയോർക്ക്, അങ്ങനെ പല പല സ്ഥലങ്ങളുള്ളത്. നമ്മൾ പറഞ്ഞു ഇൻയൂട്ട്സ് അല്ലെങ്കിൽ എക്സ്കിമോസ് താമസിക്കുന്നത് ഇഗ്ലൂനെയാണ്. ആ ഇഗ്ലൂനെ നമുക്ക് ഐസ് ഹോം എന്ന് പറയും. മഞ്ഞിലാണല്ലോ ഇത് ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് ഐസ് ഹോം എന്ന് നമ്മൾ പറയുന്നത്. They are living in the frozen regions of North Pole. നോർത്ത് പോളിന്റെ അവിടെയുള്ള ഭയങ്കര തണുപ്പേറിയ സ്ഥലങ്ങളാണ് ഇൻയൂട്ട്സ് അല്ലെങ്കിൽ എക്സ്കിമോസ് താമസിക്കുന്നത്. They make temporary houses with blocks of ice. ഐസ് കട്ടകൾ കൊണ്ട് താൽക്കാലികമായിട്ടുള്ള വീടുകളാണ് അവർ നിർമ്മിക്കുന്നത്. അങ്ങനെ എന്നും പറ്റില്ല. These homes are known as ice homes are known as igloos. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്ലൂസ് എന്ന് നമ്മൾ പറയുന്നത്.
ഇന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ ലോകത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രഷ് വാട്ടറിന്റെ നിരക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 21% ഉള്ള ഫ്രഷ് വാട്ടർ എവിടെയാണുള്ളത്? നോർത്ത് അമേരിക്കയിലാണെന്ന് പറഞ്ഞു. അതിന് 5 ഗ്രേറ്റ് ലേക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് അതിന് കാരണം എന്ന് പറഞ്ഞു. വിച്ച് ആർ ദ 5 ഗ്രേറ്റ് ലേക്സ്? അതാണ് ദ ലേക്ക് സുപ്പീരിയർ, അതാണ് ഫസ്റ്റത്തെ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇറി എന്നുള്ള ലേക്ക്, അങ്ങനെയുള്ള ബാക്കി 3 ലേക്കുകളാണ് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ലേക്ക് സുപ്പീരിയർ, അതേപോലെ ഇറി, ഒൻറ്റാരിയോ, മിഷിഗൻ, ഹ്യൂറിയൻ എന്നുള്ള 5 ലേക്കുകളാണ് വരുന്നത്. അതായത് മിഷിഗൻ, ഒൻറ്റാരിയോ, എറി, സുപ്പീരിയർ ആൻഡ് ഹ്യൂറിയൻ, ഇങ്ങനെയുള്ള 5 ലേക്സ് ആണ് വരുന്നത്. വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ കാനഡ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. കാനഡയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ഇവരെ പറയുന്നത് 5 ഗ്രേറ്റ് ലേക്സ് ഓഫ്, ദേ ആർ ടുഗെദർ നോൺ ആസ് 5 ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക. ഏതൊക്കെയാണ് ആ ഫ്രഷ് വാട്ടർ നൽകുന്ന 21% പെടുന്ന 5 ഗ്രേറ്റ് ലേക്സ്? സുപ്പീരിയർ, മിഷിഗൻ, ഹ്യൂറൻ, ഇറി ആൻഡ് ഒൻറ്റാരിയോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് സൗത്ത് അമേരിക്ക. അപ്പൊ നമ്മൾ നോർത്ത് അമേരിക്ക പഠിച്ചു കഴിഞ്ഞു. അതിന് പിന്നാലെ വരുന്നത് സൗത്ത് അമേരിക്ക. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യന്റെയും പസഫിക് ഓഷ്യന്റെയും നടുക്കിലാണ് ആര് പെടുന്നത്? സൗത്ത് അമേരിക്ക പെടുന്നത്. സ്റ്റാൻഡ്സ് 4th ഇൻ സൈസ്, 4ാമതാണ് വരുന്നത്. അതിന്റെ ഒരു സൈസ് വെച്ചിട്ടാണ് പറയുന്നത്. And river Amazon with the largest share of fresh water flows through this continent. ഈ കോണ്ടിനെന്റിലാണ് ആമസോൺ, റിവർ ആമസോൺ, ഭയങ്കര പേര് കേട്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം ആമസോൺ ഫോറസ്റ്റ്, മഴക്കാടുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ വരുന്നത് റിവർ ആമസോൺ, അതായത് ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ. ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ തരുന്ന ഒരു റിവർ ആണ് ഇത് ആമസോൺ. അത് ഈ കോണ്ടിനെന്റിലൂടെയാണ് ഒഴുകി പോകുന്നത്. റിവർ ആമസോൺ, നമ്മളെ പേര് ശ്രദ്ധിക്കണം. ഓക്കെ, and dense forests of the Amazon River basin situated to the north of South America are rich in diverse plant and animal life. അതേപോലെ നമ്മൾ പറഞ്ഞു നോർത്ത് അമേരിക്കയിലുണ്ട്, അല്ല നമ്മൾ ആഫ്രിക്കയിലാണ് പറഞ്ഞത്, കൂടുതൽ മൃഗങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അതേപോലെ സൗത്ത് അമേരിക്കയിലും ഭയങ്കര ഡെൻസ് ആയിട്ട് തിക്ക് ഫോറസ്റ്റുകൾ ഉണ്ട്. അവിടെ അതായത് ആമസോൺ റിവറിന്റെ ബേസിലുള്ള അപ്പുറത്തിപ്പുറത്തായിട്ട് എന്തുണ്ട്? ഭയങ്കര തിക്ക് ഫോറസ്റ്റുകളുണ്ട്. അവിടെ എന്താണ്? ഭയങ്കര ഡൈവേഴ്സ് വെറൈറ്റി ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ലിവിങ്. ആനിമൽ സ്പീഷീസ് ആൻഡ് ബേർഡ് സ്പീഷീസ്, പ്ലാന്റ് സ്പീഷീസ് ആർ ലിവിങ് ദർ. അതായത് കൂടുതൽ അവിടെ എന്തിട്ട് കൂടുതൽ പക്ഷികളും മൃഗങ്ങളും ചെടികളും ഒക്കെ അവിടെ ഉണ്ട്, ആ കാട്ടിലുണ്ട്. കാറ്റിൽ റെയറിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. ആ ഭാഗത്തുള്ള ആൾക്കാരുടെ മുഖ്യ തൊഴിൽ, ജോലി എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തലാണ്. കൊമേഴ്ഷ്യൽ കാറ്റിൽ റിയറിംഗ്, കന്നുകാലി വളർത്താണ് കാറ്റിൽ റിയറിംഗ്. ഇപ്പൊ നമ്മൾ അറിയാം കൗവ്, ബഫ്ലോ, അങ്ങനെ കുറെ എക്സിട്ര. ഓക്കെ, അതേപോലെ തന്നെ കോഫി പ്ലാന്റിംഗ് ഇൻ ബ്രസീൽ, കോഫിയുടെ സ്ഥലമാണ് ബ്രസീൽ. ഓക്കെ, അതേപോലെ തന്നെ മൗണ്ട് എക്കോക്വാഗ ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് അമേരിക്ക. അപ്പൊ നമ്മള് മിക്കല്ലി, അതേപോലെ തന്നെ മൗണ്ട് എവറസ്റ്റ് നമ്മൾ ഏഷ്യയിൽ കണ്ടു. അതേപോലെ തന്നെ മിക്കല്ലി നമ്മൾ നോർത്ത് അമേരിക്കയിൽ കണ്ടു. അതേപോലെ തന്നെ നമുക്ക് സൗത്ത് അമേരിക്കയിലും ഒരു ഹയസ്റ്റ് പീക്ക് ഉണ്ട്. അതായത് മൗണ്ട് എക്കോക്വാഗ എന്ന് പറയുന്നത്, എക്കോൺക്വാഗ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് സൗത്ത് അമേരിക്കനെ കുറിച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നമ്മൾ പറഞ്ഞു ആമസോൺ റിവറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ ആ ആമസോൺ റിവറിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മീനുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഡോണ്ട് സ്റ്റെപ്പ് ഇൻ ടു ദ റിവർ. ആമസോൺ റിവറിലേക്ക് ഇറങ്ങി ചെല്ലരുത് എന്നാണ് പറയുന്നത്. നമ്മൾ വെള്ളം എടുക്കും, ആമസോൺ റിവറിൽ ഫ്രഷ് വാട്ടർ നമ്മൾ വെള്ളം എടുക്കും. ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, ആ കാട്ടിലൂടെ പോകും, അങ്ങനെ ചിലവരൊക്കെ പോകില്ലേ. അപ്പോൾ ആ റിവറിനുള്ളിൽ കടക്കരുത്, റിവറിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. പിറാന is a type of fish found in the river Amazon. ആമസോൺ ഇവിടെ കാണുന്ന ഒരു പ്രത്യേക തരം മീനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മീനെന്ന് നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ മീൻ അങ്ങനെ ആക്രമിക്കില്ല. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോഴും കണ്ടുവരുന്ന മീനുകൾ. പക്ഷെ ഇവിടെ പറയുന്നത് പിറാന എന്ന് പറയുന്ന ഒരു മീനിനെ കുറിച്ചാണ്. They have extremely sharp teeth
with which they attack other fishes and animals and finish them off within the seconds. അതായത് അവർക്ക് നല്ല കൂർത്ത പല്ലുകളാണുള്ളത്, കൂർത്ത പല്ലുകൾ. അവരുടെ പടം കണ്ടാൽ നമുക്കറിയാം നല്ല കൂർത്ത പല്ലുകളാണുള്ളത്. അവരെ പല്ലുകൾ വെച്ചിട്ട് ആ നദിയിലുള്ള മറ്റു മീനുകളെയും മൃഗങ്ങളെയും അവരെ ആക്രമിക്കും. എന്നിട്ട് കുറച്ച് സെക്കൻഡിനുള്ളിൽ, വളരെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവരെ ആരെയാണോ ആക്രമിക്കുന്നത് അവരെ കൊന്നിരിക്കും. നമ്മൾ പിരാന എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, നിങ്ങൾക്ക് പേര് കേട്ടെന്ന് മനസ്സിലും. അതില് പിരാന എന്ന് പറഞ്ഞ ഫിഷ് വെള്ളത്തിലിറങ്ങുന്ന മനുഷ്യന്മാരെ, വെള്ളത്തില് വേറെ വഴിയിൽ നിന്നവര് വെള്ളം വേറെ സ്ഥലങ്ങളിൽ നിന്ന് പമ്പ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു പൂൾ പോലെ സ്ഥലമാണ് അവിടെ ഉള്ളത്, അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുള്ളിൽ പിരാന പെട്ടിട്ട് ഈ വെള്ളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പിരാന കുറെ പേരെ കടിക്കുകയാണ്. ആ ആൾക്കാരെ നിമിഷത്തിനുള്ളിലെ പിരാന അവരെ ആക്രമിച്ച നിമിഷത്തിനുള്ളിൽ ഒരു ആൾക്കാരെ എല്ലാവരും മരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കുറെ പേര് അങ്ങനെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഫിലിം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഫിഷിന്റെ പേര് തന്നെയാണ് ഫിലിമിലും വരുന്നത്. ടാപ്പിയോക്ക ഇസ് എ ഫോറിനർ. നമ്മുടെ കേരളത്തില് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു എന്താ പറയുക ഒരു ഫുഡാണ് ടാപ്പിയോക്ക. കപ്പ എന്നൊക്കെ നമ്മൾ പറയും. അത് ഒരു വിദേശിയാണെന്നാണ് പറയുന്നത്. ടാപ്പിയോക്ക ദ ഫേവറേറ്റ് ഫുഡ് ഓഫ് അസ്, ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും പ്രിയ ഭക്ഷണമായ കപ്പ അല്ലെങ്കിൽ ടാപ്പിയോക്ക ഇവിടെയല്ല ഉണ്ടായിട്ടുള്ളത്, സൗത്ത് അമേരിക്കയിലാണ് ഉണ്ടായിട്ടുള്ളത്. മെനി ഓഫ് അവർ അഗ്രികൾച്ചർ ക്രോപ്സ് ഹാവ് കം ഫ്രം സൗത്ത് അമേരിക്ക. നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തുള്ള കുറെ ക്രോപ്സുകൾ എവിടെ നിന്ന് വരുന്നത്? അവരെല്ലാവരും വിദേശിയാണ്, അവർ സൗത്ത് അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ കുഴിച്ചിട്ടിട്ട് നമ്മുടെ അവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നുള്ളൂ. ശരിക്കും ടാപ്പിയോക്ക എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ സാധനമേ അല്ല, അത് ഫോറിനർ ആണ്, നമ്മളിവിടെ വന്നതാണ്. നമ്മളവിടെ കാണുന്ന പലതും വിദേശിനെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരെ ഇന്നെടുത്ത ഭാഗം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ 3 കോണ്ടിനെന്റ്സിനെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കോണ്ടിനെന്റ്സ്, 3 കോണ്ടിനെന്റ്സും ഒരു 5 ഓഷ്യൻസിനെ കുറിച്ചും പഠിക്കാനായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ എടുത്ത ഭാഗങ്ങൾ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീണ്ടും നിങ്ങൾ വീഡിയോ കാണാം. ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ഇടുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പാർട്ട് 3 വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, സീ യു, ബൈ.